എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ മഞ്ജു വാര്യരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നടിമാരല്ല, ഏതെങ്കിലും മോഡലുകളല്ല. നിനക്ക് പഠിക്കാൻ ഒരു മോഡലിന് ഞാൻ പറഞ്ഞു തരാ. നീ വളർന്നാല്, നീ നന്നായാല് അല്ല നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയോ? ഒരുപാട് മഹദിമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. നഫീസത്തുൽ മിസ്രിയ, മൈമൂനത്തുൽ മിസ്രിയ, ദിന്നൂറുൽ മിസ്രിയ. അല്ലാഹുവേ, എത്രയോ മഹദിമാര്, ഇവരുടെ ചരിത്രങ്ങൾ നീ കേട്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ മുത്തുനബി പറയുകയാണ്, ദഖൽതുൽ ജന്ന ഫസമിഅതു ഖശഫതൻ ഫഖുൽതു മൻ ഹൗലാഇ ഹാദിഹി റുമൈസ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. പ്രവാചകനാണ് സ്വർഗ്ഗം തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനകത്തേക്ക് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ തമ്പുരാന്, സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ പെണ്ണാരാട്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഫഖുൽതു മൻ ഹൗലാ. ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ. അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാണ് റുമൈസ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈ, ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ, ഇവർക്ക് ഈ മഹത്വം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗം തുറന്ന് അകത്ത് കടന്നപ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ പ്രവാചകനെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലേക്ക് ഓടിക്കേറിയ ഈ പെണ്ണാരാ? ഉമ്മു സുലൈമിന് ഇത് കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? മുടിക്കോടുള്ള പെണ്ണന്മാരെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ, അവിടുന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മാലിക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന, ഉമ്മു സുലൈം, നിനക്ക് എന്നെ വേണോ? ഇസ്ലാം മതം വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അനസ് എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളെന്ന് പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. എനിക്ക് അല്ലാഹുവിനെയും വേണം, അല്ലാഹുവിന്റെ ദീനും എനിക്ക് വേണം, ഭർത്താവായ നിങ്ങളെയും എനിക്ക് വേണം. അവിടെന്ന് മാലിക് പറഞ്ഞു, ഉമ്മു സുലൈം, ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്ക്. എന്നെ വേണോ? പുതിയ മതം വേണോ? എന്നെ വേണോ? പുതിയ മതം വേണോ? ഉമ്മു സുലൈമിന് ചിന്തിക്കാറൊന്നുമില്ലായിരുന്നു. തന്റെ ചെറിയ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മതമാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവാണ് വേണ്ടത്, എനിക്ക് ഇസ്ലാം മതമാണ് വേണ്ടത്. ഉമ്മു സുലൈം അവിടെ നിന്ന് പറയുമ്പോ മാലിക് എന്ന ഭർത്താവ് അതാ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാ. സ്വന്തം ഭർത്താവ് മുസ്ലിമായതിന്റെ പേരില് തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് കരയുകയാ. ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ കണ്ടവന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന കാലവാ. അവൾക്ക് എന്ത് ദീന്, എന്ത് പ്രവാചകന്, എന്ത് ഖുർആന്, എന്ത് മരണം, എന്ത് ഖബറ്, എന്ത് പരലോകം, എന്ത് സ്വർഗ്ഗം. അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ മതം പോലും മറന്നിട്ടിറങ്ങി പോകുന്ന പെണ്ണുങ്ങള്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി
പോവുകയാണ്. തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. റബ്ബേ, അവസാനം തന്റെ പൊന്നുമകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹിജ്റ ചെയ്ത് തന്റെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും മുത്തുനബിയെ കാണാൻ പോവുകയാണ്. വലിയ വലിയ സമ്മാന പൊതികളുമായിട്ടാണ് കടന്നു പോകുന്നത്. ഉമ്മു സുലൈമിനാണെങ്കിൽ കൊടുക്കാനൊന്നുമില്ല. മുത്തുനബി ഇതുവരെ ജീവനോടെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു. അല്ലാഹുവേ, എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോകുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തിൽ നിന്ന് കരയുകയാണ്. മുത്തുനബിക്ക് കൊടുക്കാൻ സമ്മാനമില്ല. അവസാനം വീടിന്റെ അകത്തിൽ നിന്ന് കരയുന്ന ഉമ്മയുടെ ചാരത്തേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നുമകന് കടന്നു ചെല്ലുമ്പോ അവസാനം തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോനെ കുളിച്ചൊരുപ്പി, തന്റെ പൊന്നാര മോനെ കുളിച്ചു ഒരുക്കി, എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നുപോയി. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും അങ്ങയുടെ കയ്യിലെ സമ്മാന പൊതി തരുന്നു നബിയേ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. എന്റെ ഭർത്താവെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാട്. എന്റെ കയ്യിൽ തരാൻ വിലപിടിപ്പുള്ള ഒന്നുമില്ല നബിയേ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ് നബിയേ. അത് കഴിഞ്ഞാൽ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 9 വയസ്സുള്ള പൊന്നുമോൻ അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ, ആ പൊന്നുമകനെയാണ് എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ. അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് അനസ് എന്ന് പറയുന്ന തന്റെ ചെറിയ മകന്, ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള മകന് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയേ, ഇവനെ എടുത്തോ നബിയേ, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാ, അങ്ങക്ക് വെള്ളം എടുത്തു തരാ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാ, എന്റെ പൊന്നുമോനെ സമ്മാനമായിട്ടെടുത്തോ നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര പോര് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പൊന്നുമോന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സുലൈം പറഞ്ഞു, മകനെ അനസ്, മാനം മറക്കല്ലേടാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഉമ്മാനെ കാണുമ്പോ മറന്നു പോകല്ലേ. ഈ ഉമ്മാനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ വിട്ടുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുടിക്കോടുള്ള ഉമ്മമാര്, ആ ഉമ്മു സുലൈം കിടക്കുന്ന സ്വർഗവാദി ചോദിക്കുന്നത്, ആ സ്വർഗം നിനക്ക് ചോദിക്കാ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാ, ആ സ്വർഗമൊന്ന് കാണാ, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമല്ലോ, അതൊന്ന് ശ്വസിക്കാനെങ്കിലും നിനക്ക് യോഗ്യതയുണ്ടോ പെങ്ങള്? ചിന്തിക്കു ഉമ്മമാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങള് അതെത്ര വലിയ പാവമാകട്ടെ, എത്ര വലിയ കൊടും പാവം ചെയ്താൽ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുമല്ലോ. ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഈ
സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. നീ കള്ളു കുടിച്ചവനാണോ? നീ വ്യഭിചരിച്ചവനാണോ? നീ പലിശ തിന്നവനാണോ? നീ നിസ്കരിക്കാത്തവനാണോ? നീ പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവനാണോ? വാപ്പാനെ ചതിച്ചവനാണോ? ഭർത്താവിനെ വഞ്ചിച്ചവളാണോ? അല്ലാഹുവേ, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിനക്കൊന്ന് കരയാൻ കഴിയോ? നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിയോ? എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. സ്വന്തം പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ല പുറത്തു കൊടുത്തല്ലോ. കബറിൽ കിടന്ന മയ്യത്തിന് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എന്തേ 100 കൊല ചെയ്തവൻ അല്ല പുറത്തു കൊടുത്തല്ലോ. പിന്നെ എന്തേ ചെറുപ്പക്കാരോ? പിന്നെ എന്തേ പെങ്ങള്? അതുകൊണ്ട് സർവ്വതും ഇവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകിക്കോ. അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തോ. എങ്ങനെ പറയണമെന്നറിയോ? വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ വിളിച്ചു കൂവിയാ പോരാ, വെറുതെ കരഞ്ഞാ പോരാ. പറയുമ്പോ എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാ. അതുകൊണ്ട് റബ്ബേ, എന്റെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാന് എന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞിട്ട് പൊക്കോ. ഇന്ന് രാത്രി നീ മരിച്ചാൽ, തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നീ മരിച്ചാൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. കൂടിയവന് ഈ മലക്കു പറയുന്നു, എടാ നശിച്ചവര്, എടാ നഷ്ടവാളി, എടാ പരാജയപ്പെട്ടു പോയവര്, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരുണ്ടടാ. അടുത്ത വഖത്തിന് മുമ്പ് നീ മരിച്ചാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നീ നരകത്തിന്റെ അവകാശിയാടാ എന്നും മലക്ക് ശപിച്ചുകൊണ്ടാണ് ഇറക്കി വിടുന്നതെന്ന് മുത്തുനബി പറയുമ്പോ, ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഈ നമസ്കാരം കഴിഞ്ഞാ നീ മരിച്ചു പോവുകയാ. ഇനി നിനക്ക് നമസ്കരിക്കാൻ സമയമില്ല, ഇനി നമസ്കരിക്കാൻ ഭാഗ്യമില്ല. അടുത്ത വഖത്തിന് നിന്റെ മയ്യത്താണ് നമസ്കരിക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ, എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ. മൂന്നാമത്തെ ഉപദേശം എന്താ? വയ്യാക വത്തബഅ ഫഇന്നഹു ഫഖറൽ ഹാദിരീൻ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, മോനെ എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഒരിക്കലും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. കയ്യിലിരിക്കുന്നത് ഒരിക്കലും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അത്യാഗ്രഹം പാടില്ല മോനെ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാ. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അത്യാഗ്രഹം പാടില്ല. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമാ. എങ്കിൽ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന വാപ്പ എന്നെ തന്നെയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാ ആർത്തി കാണിക്കുന്നത്? എന്തിനാണ് ഈ ആർത്തി കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ അങ്ങനെയാകല്ലേ, നിങ്ങൾ അങ്ങനെയാകല്ലേ. നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു,
അബൂദറിനെ പോലെയാകണം വാപ്പാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ മരണസമയം അടുത്ത് വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ തങ്ങൾ ചോദിക്കുന്നു, മക്കള് വാപ്പാന് വെറുപ്പാടോ, വാപ്പയോട് ദേഷ്യമാണോ? ഒരിക്കലും നിങ്ങൾ വാപ്പാനെ വെറുക്കല്ല്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂട്ടി വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, പലിശ തിന്ന് തീർത്തതല്ല. മോനെ, വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാൽ പാവങ്ങൾക്ക് കൊടുത്തു കളയും മോനെ. എന്റെ കയ്യിൽ ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. എന്നിട്ടും മരിക്കാൻ കിടക്കുന്ന വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലില്ല, ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല. ഒരു നല്ല തുണി വീടിന്റെ അകത്തെടുക്കാനില്ല. ഇന്ന് മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു 5 നയാ പൈസ എന്റെ കയ്യിലില്ല. 2 മോനെ, ഒരു നല്ല തുണി വെച്ച് പൊതിയാൻ എടുക്കാനും ഈ വീടിന്റെ അകത്തില്ല. വാപ്പാടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് മക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ വാപ്പ പറയുകയാ, വാപ്പ മരിച്ചാൽ എന്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവെക്കണം, ചുമന്നു വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ട അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. മരിക്കുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശവാ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെട്ടു. മക്കള് വാപ്പ പറഞ്ഞതുപോലെ ജനാസ കുളിപ്പിച്ചു, ചുമന്നുകൊണ്ട് വടികൾ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കാത്തു നിന്നു. പടച്ചവനെ അവസാനം നോക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാണ് നേതാവ്? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും നടന്നു വന്നു. പടച്ചവനെ, മക്കള് വാപ്പാടെ ചാരത്ത് നിന്നിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. കഫൻ തുണിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഇന്ന് കബറടക്കുവോ? അവിടുന്ന് കഫൻ പൊതിഞ്ഞ് കബറടക്കുവോ? പൊന്നാര മക്കള് പറയുമ്പോ സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, പടച്ചവനെ, ആരാ അല്ലാഹ് കഫൻ തുണി പോലും വാങ്ങാ പൈസയില്ലാത്ത, ഒരു നല്ല തുണി പോലും എടുക്കാറില്ലാത്ത മുത്തുനബിയുടെ ഏത് സ്വഹാബിയാണ് മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറിൽ ഗഫാരി അല്ലാഹുവേ, സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്. എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഉപദേശിക്കണം വാപ്പാ. നിന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മോനെ, ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴ് അല്ലാഹു നിനക്ക് കിട്ടേണ്ട റിസ്ക് എഴുതിയിട്ടുണ്ട്, നീ കഴിക്കേണ്ട ഭക്ഷണം എഴുതിയിട്ടുണ്ട്, നിനക്ക് കിട്ടേണ്ട പണം എഴുതിയിട്ടുണ്ട്. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നീ അനുഭവിക്കാറുള്ളത് മുഴുവനും അല്ലാഹു നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ എഴുതി വച്ചിരിക്കുകയാ. എന്തിനാടാ പരക്കം പായുന്നത്? എന്തിനാ കിടന്ന് ആക്രാന്തം കാണിക്കുന്നത്? എന്തിനാണ് കിടന്ന് ആർത്തി കാണിക്കുന്നത്? പറഞ്ഞു കൊടുക്കണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാടാ എളുപ്പം പണമുണ്ടാക്കാറുള്ള വളഞ്ഞ വഴികൾ നോക്കുന്നത്? ഒരു പ്രയോജനവുമില്ല ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് എഴുതിയത് നിനക്കേ കിട്ടൂ. നീ എത്ര കഷ്ടപ്പെട്ടാൽ നിന്റെ പേരെഴുതാത്തത് നിനക്ക് റബ്ബ് തരൂല മോനെ.
എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്തിനാ നിങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കള് മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാനല്ലേ? മക്കള് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമേ, അതിനെന്തിനാ വളഞ്ഞ വഴി നോക്കുന്നത്? ആവശ്യമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനാണ്? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മക്കളെ എങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടോ? അതിന് ഒരേ ഒരു കാര്യം ചെയ്താ മതി, ഒരേ ഒരു നല്ല കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. എന്തിനാ മാതാപിതാക്കളൊക്കെ ചെറിയ കുട്ടികളോട് ഉപദേശിക്കും? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ, അത് കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ കുത്തിയിറക്കാം. എന്നിട്ട് മക്കളോട് പറയും പഠിക്കണം, 1-ാം റാങ്ക്. ആരോട്? 10-ാം ക്ലാസ്സുകാരനോടല്ല, ചെറിയ കുട്ടിയോട്. എന്നിട്ട് അവനോട് പറയാം, മോനെ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്റെ ഉമ്മ നീ ആദ്യം പഠിക്കേണ്ടതറിയോ? നിന്റെ വയറ്റിൽ കിടന്നപ്പോ നിന്റെ മോന്റെ സർവ്വ കാര്യവും അല്ല എഴുതി വെച്ചിരിക്ക. നീ എത്ര പഠിപ്പിച്ചാലും രാവിലെയും വൈകിട്ടും 24 മണിക്കൂറും ട്യൂഷൻ എടുത്തു കൊടുത്താലും അതിലെ ഒരു ചോറ് നിന്റെ മോൻ കൂടുതൽ തിന്നാൻ പറ്റുമോ? ഇല്ല. അല്ല എഴുതി വെച്ചിരിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ സന്തോഷത്തോടെ എന്റെ പ്രിയമുള്ളവരെ പട്ടിണിയില്ലാതെ കിടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ എല്ലാരും പേടിയാ, ഉസ്താദെ ഗൾഫൊക്കെ തകർന്നു, കേന്ദ്രത്തിന്റെ ഭരണം, അതാണല്ലോ ഇപ്പൊ പറയണേ. ഇപ്പൊ എല്ലാരും എങ്ങനെ ഉസ്താദെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വല്ലാതെ തകർന്നുപോയി, ഗൾഫൊക്കെ തകർന്നു, നാട്ടില് കച്ചവടമില്ല, എല്ലാരും ഓനെയാ കുറ്റം പറയുന്നത്. എല്ലാരും കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും GSTയെയും ഇതൊക്കെ കുറ്റം പറയുന്നത്. എന്തിനാ ചങ്ങാതി നീ കുറ്റം പറയുന്നത്? നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി ലോകത്ത് 3-ാം ലോക ഒരു മഹായുദ്ധം ഉണ്ടായാലും നിന്റെ കുടുംബത്തിൽ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ പട്ടിണിയില്ലാതെ മരിക്കുന്നത് വരെ ജീവിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, പൈസ ചെലവില്ലാത്തതാ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോ വീടിന്റെ പ്രമാണം കൊണ്ട് വിറ്റേക്കണമെന്നൊന്നല്ല, പേടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്നുള്ളവരെ കൊന്ന് കൈപൊക്കി. കൈപൊക്കിക്കോ, ഇല്ലെങ്കിൽ ഈ കൈ വല്ലവന്റെ മുന്നിൽ പോയി നീട്ടേണ്ടി വരും. അത്രയല്ലോ. ഒരൊറ്റ കാര്യം പറയുന്നത് എന്തിനാ? ഈ കൈപൊക്കുന്നത് മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയി നീട്ടാതിരിക്കാനാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിക്കുമല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 5 നേരം നീ നമസ്കരിച്ചാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ മക്കളെ കൂടെ നിസ്കരിപ്പിക്കട്. നിങ്ങൾ കുടുംബസമേതം നമസ്കരിക്കുന്നവരാണോ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നമസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. കേന്ദ്ര സർക്കാരൊന്നും അല്ലട്ടാ, രാഷ്ട്രീയക്കാരൊന്നും അല്ല. അല്ല പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ, അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അല്ലാഹു പറയുകയാ, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട. നീ നിസ്കരിക്കാത്ത എന്തുകൊണ്ടാ? എടാ, മുടിക്കോട് പള്ളിയിൽ, ഇവിടുത്തെ ടൗണിലൊക്കെ എത്രയോ കടകളുണ്ട്. അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ നീ പോകാത്ത എന്തുകൊണ്ടാ? ഉസ്താദെ, ഞാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ, അതാ നീ പോകാത്ത. അല്ല പറയുകയാ, എടാ നീ തേടിയിട്ട് നടക്കണ്ട, ഞാൻ ആ റാസിക്ക് ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ അങ്ങനല്ല. പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കുറ്റിവീടിയും വലിച്ചുകൊണ്ടിരിക്കും, നീ പോകൂല. അല്ലാഹു നീ പോകാതെ വന്നപ്പോ അല്ല എന്ത് ചെയ്തു? വെള്ളപ്പൊക്കം കൊണ്ടുവന്നിട്ട് നിന്റെ വീടേ കാണാനില്ല. അതന്നെ
നിന്റെ വീടിരുന്നത് എവിടാന്ന് വെച്ചാ ഇവിടെ എവിടോ ആണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ എത്തിച്ചില്ലേ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തരാൻ മാത്രമല്ലടാ അള്ളാഹ്ക്ക് അറിയുന്നത്, എടുക്കാനും അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിന്റെ കാരണം നിങ്ങൾ തന്നെ. നീ പോക്കറ്റി കൈയിട്ടോ, അസ്സദഖത്തു റദ്ദുൽ ബലാ. ക്യാൻസർ വന്നിട്ട് വീടിന്റെ പ്രമാണം പള്ളിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും പള്ളിക്ക് തരാം, രോഗം മാറ്റിത്തരാൻ പറഞ്ഞാൽ മാറണമെന്നില്ല. 2 കിഡ്നി അടിച്ചുപോയി മാറ്റിവെക്കാൻ 30 ലക്ഷം 40 ലക്ഷം വെച്ചിട്ട് നേരെയാവൂന്ന് വെച്ചാൽ അതും ഇല്ല. അള്ളാഹു അപ്പൊ പറയാ, പടച്ചോനെ ഉസ്താദേ എന്റെ 1 ഏക്കർ പള്ളിക്ക് തരാം. കിഡ്നി തിരിച്ചു വെച്ചാൽ അല്ലാഹ് തരൂല്ല. മോനെ അസ്സദഖത്തു റദ്ദുൽ ബലാ, മനസ്സറിഞ്ഞിട്ട് ഉള്ളതിൽ പങ്കു കൊടുക്കടാ. അല്ലാഹ് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് തട്ടിമാറ്റി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു നല്ല സദഖ അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നോ ഈ സദഖ കൊടുക്കുന്ന കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാര്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ, കരിച്ച് കളയണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് എഴുതിയതേ കിട്ടൂ. ഒരിക്കലും ആർത്തി വെക്കരുത്, ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാറ്, ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ ഉണ്ടാകാറ് ഉള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? നീതിമാനായ ഭരണാധികാരി ഇല്ലാതെ വരുമ്പോഴാ. അത് ലോകത്താകട്ടെ, രാജ്യത്താകട്ടെ, സംസ്ഥാനത്തിലാകട്ടെ, പള്ളിക്കകത്താകട്ടെ, അല്ലെങ്കിൽ നിന്റെ സ്വന്തം വീടിന്റെ അകത്താകട്ടെ, അവിടെ നീതിയില്ലാതെ വരുമ്പോ, അവിടെ നീതി നടക്കാതെ വരുമ്പോ അല്ലാഹുവിന്റെ അദാബ് നിന്നെ തേടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇന്ന് നാടുകളിൽ കാണാനില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വആലിമുൻ അലാ സബീലിൽ ഹുദാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങള്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങള് ഒരു നാട്ടിലില്ലാതെ വന്നാൽ ആ നാട്ടില് ദുരന്തമുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങൾ ആരാ? അൽഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങള്. പ്രിയമുള്ളവരെ, ആലിമീങ്ങളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവരുടെ മഹത്വം നമ്മളിൽ പലർക്കും അറിയാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പണ്ടുള്ളവർ പറയുമായിരുന്നു, എന്റെ കുടുംബത്തിൽ ഒരു ആലിമ് വേണം. പണ്ടുള്ളവർക്ക് അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കതില്ലല്ലോ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, ഖബർസ്ഥാനിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ആലിമ് ഖബറിന്റെ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായ നൂറുകണക്കിന് ഹദീസുകൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന
ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അതാ കാതിബുൽ വഹി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ചാരത്ത് നിന്നിട്ടല്ലേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, അതാ ഇൽമു അല്ലാഹു തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെന്ന് പറയുകയാ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ നാശത്തിന്റെ അടയാളവാ. ഈ ആകാശം മുഴുവനും നക്ഷത്രങ്ങൾ മുഴുവനും നമ്മുടെ തലയിലേക്ക് വീടാ സമയമായി, ഈ ഭൂമി തകരാ സമയമായി. അതിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണം. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ, ഒരു വർഷത്തിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയ ആലിമീങ്ങളുണ്ടല്ലോ. സംഘടനകൾ പറയേണ്ടതിനപ്പുറത്ത് എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ 12 13 ആലിമീങ്ങള്, അതുപോലെ പടച്ചവനെ മറ്റ് വിഭാഗങ്ങള്, അല്ലാഹുവേ ആലിമീങ്ങൾ മുഴുവനും ആലിമീങ്ങളാ. അവിടെ സംഘടനയില്ലല്ലോ. അല്ലാഹുവിന്റെ ഇൽമു പഠിച്ച ആലിമീങ്ങള്, അൽഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തരാവകാശികളാ. ഇവരാരും തമ്മിലടിക്കാ പറയുന്നില്ല, ഇവരാരും കളിയാക്കാ പറയുന്നില്ല, ഇവരാരും ഒരുത്തനെയും കുത്തിക്കൊല്ലാ പറയുന്നില്ല. കാരണം അവര് ആലിമാണ്, അവരല്ലാഹുവേ ആലിമാണ്. പടച്ചവനെ അവരെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ, അവരുടെ മരണമുണ്ടല്ലോ. ഈ ലോകത്തിന്റെ നാശമാണ്, ഈ ലോകത്തിന്റെ നാശമാണെന്ന് ചരിത്രം പറയുമ്പോ ആലിമിന്റെ മഹത്വം പഠിക്കണം മുസ്ലിമേ. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. ആലിമിന്റെ മഹത്വം എന്താണെന്ന് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരൊറ്റ സംഭവം ഞാൻ പറയാം. അഹ്മദ് സൈനി ദഅലാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാ, ഒരു ആലിമിന്റെ മഹത്വം ഞാൻ പറയാം. അല്ലാഹുവേ, ഒരു നാട്ടിലും മഴയില്ല, ഒരു നാട്ടിലും മഴയില്ല. ജനങ്ങൾ മുഴുവനും വെള്ളം കിട്ടാതെ വല്ലാത്ത പ്രയാസത്തിലായി. അങ്ങനെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, നാട്ടുകാര് മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ നൽകണം. എല്ലാവരും ദുആ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക്. എല്ലാവരും പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യണില്ല. ഒരു നാട് മുഴുവനും ഒരിടത്ത് ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തിട്ട് മഴ കിട്ടുന്നില്ല. എല്ലാവരും വളരെ ദുഃഖത്തിൽ, പ്രയാസത്തിൽ, വേദനയോടെ എല്ലാവരും പടച്ചവനെ ഞങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചില്ലല്ലോ എന്ന വേദനയോടുകൂടി ഇരിക്കുമ്പോ, അള്ളാഹുവെ പടച്ചവനെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. ആ നാട്ടുകാരനല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? നിങ്ങൾ എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്തു പറ്റി? മഹാനവറുകളോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും മഴയില്ലാതെ വന്നപ്പോ ഈ നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനോട് മഴ പെയ്യാൻ ദുആ ചെയ്തു, മഴ കിട്ടിയില്ല. അതിന്റെ ദുഃഖത്തിലാണ് ഞങ്ങൾ എല്ലാവരും, പ്രയാസത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ആലിമൊന്നുമല്ല, ആലിമോ പണ്ഡിതനോ ഒന്നുമല്ല, വലിയൊന്നുമല്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് ദുആ ചെയ്യാം. അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. ചരിത്രം പറയുന്നു, ആ മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്. വേറെ ഒന്നും ദുആ ചെയ്തില്ല. അവിടെ നിന്ന് അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ തമ്പുരാനെ. ദുആ ചെയ്ത് തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്തേ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? അവിടെ നിന്ന് ചോദിച്ചു, ഹാദാനി ഐനാനി റഅയ്നാ യസീദ് അൽ ബിസ്താമി. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാവരും ചോദിച്ചു, എന്തേ നിങ്ങളുടെ കണ്ണിന് ഇത്ര ബർക്കത്തല്ലേ? ആ സമയത്ത് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയപ്പെടുന്ന താബിഈങ്ങളിൽപ്പെട്ട ലോകം അറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണായത്. സാധാരണ കണ്ണൊന്നുമല്ല, സാധാരണ കണ്ണൊന്നുമല്ല. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാപണ്ഡിതനെ, ശംസുൽ ഉലമയെ കണ്ടവരൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ
വലിയൊരു മഹാനിനെ കണ്ട കണ്ണ. ആ മഹാൻ ഇൽമു പറയുന്ന സദസ്സിൽ പോയിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാനിനെ കണ്ട കണ്ണുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് റബ്ബ് തരാറുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ആലിമിനെ കണ്ട മനുഷ്യന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെങ്കിൽ ഒരു ആലിമിന്റെ വിലയെന്താ? മുത്തുനബി പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്ത്. 1, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹറമിലൊക്കെ പോകണം. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഒരു ആഗ്രഹമാണ് ഉംറയ്ക്ക് പോകണം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകണം. അതാണല്ലോ ഒന്ന് മക്കത്ത് മദീനത്തൊക്കെ റബീഉൽ അവ്വലിന്റെ മാസത്തിൽ എല്ലാവരും വഅദിന്റെ തിരക്കുള്ള സമയം. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ മുത്തുനബിയുടെ ചാരത്ത് പോകാൻ തീരുമാനിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യണം കേട്ടോ. ദുആ ചെയ്യോ? ഓസിനൊന്നും വേണ്ട. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ. ഒരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഞാനും ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ കണ്ടുള്ള ഒരു ഗ്രൂപ്പില്ലേടാ, എന്താ പേര്? എന്താ? ഇവിടെ കണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻഷാ അല്ലാഹ്. പെരിന്തൽമണ്ണയിൽ ഇവിടെ കണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഇൻഷാ അല്ലാഹ്. അതിലാണ് ഉംറയ്ക്ക് പോകുന്നത്. എല്ലാവരും അള്ളാഹു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ കഅബാലയം, അള്ളാന്റെ കഅബ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത്. 2 കാര്യം, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കണ്ണിന്റെ കാഴ്ച നശിച്ചു കിസ്വ എന്നാണ് അതിന്റെ പേര്. അൽഹംദുലില്ലാഹ്, നല്ല പേരാ. പരിശുദ്ധമായ കഅബാലയം പതിഞ്ഞിരിക്കുന്ന ആ തുണിക്ക് പറയുന്ന പേരാ കിസ്വ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇബാദത്തുമാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തൂല, കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തൂല. 2, ഖുർആനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓതാൻ അറിയില്ലെങ്കിലും കണ്ണാടി വെച്ചിട്ട് നടക്കണ വാപ്പ, നീ ഒന്ന് എടുത്തു വെച്ച് നോക്ക്. നിന്റെ കണ്ണിന്റെ കാഴ്ച ടി വി കണ്ട് നശിച്ച് കണ്ണു മൊത്തം. ഖുർആൻ എടുത്തു വെച്ച് നോക്ക്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത്തെ കാര്യം, ഉമ്മയുടെ മുഖത്ത് നോക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ആരുടെ മുഖത്ത്? വാപ്പാടെയും ഉമ്മാടെയും മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കൽ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കൽ ഇബാദത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കണം ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ഉമ്മ കൊടുക്കണം. ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? ചങ്ങായിമാർ ഇങ്ങോട്ട് നോക്ക്. ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട, ഉമ്മാടെ കവളിലല്ല കേട്ടാ പഠിച്ച ഒരു ഇൽമു. ഉമ്മാടെ കവളിലല്ല ഉമ്മ കൊടുക്കേണ്ടത്. കൊടുക്കണ്ട എന്നല്ല, ഉമ്മാടെ കവളിൽ കൊടുക്കണ്ട എന്നല്ല, കൊടുത്തോ. പക്ഷെ ഉമ്മാടെ നെറ്റിത്തടത്തിലാണ് ഉമ്മ കൊടുക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്ത് ഉമ്മ കൊടുത്താൽ, പെറ്റ ജന്മം തന്ന ഉമ്മയുടെ മുഖത്ത് ചുംബനം കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയാവോ? ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പെണ്ണുമ്പിള്ളെ ചുംബിക്കൂല, ഉമ്മാടെ അടുത്ത് ഇരിക്കും. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. വേണമെന്നുള്ള ഒരു കൈവക്ക്. ഇനി ആ കളവിയ ഉമ്മ കൂടെ വെക്കാനില്ലേ ഉസ്താദേ? പയ്യ. എല്ലാരും പഠിക്കണം. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് 3, ഉമ്മാടെ മുഖത്ത് നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി, കണ്ണിന്റെ കാഴ്ച കുറയൂല. 4, എന്റെ പ്രിയപ്പെട്ടവരെ, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കാലുകൊണ്ടടിച്ചപ്പോ അവിടെ നിന്ന് പൊട്ടിവന്ന സംസം വെള്ളം ഉണ്ടല്ലോ, ആ സംസം വെള്ളത്തിൽ ഒന്ന് നോക്കിയിട്ട് വേണം കുടിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യം. 5, ആലിമിന്റെ മുഖത്ത് നോക്കൽ.
ഉലമാക്കളുടെ മുഖത്ത് നോക്കൽ, പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അല്ലാഹുവേ, അവിടുന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിൽ ഇല്ലാതെ വന്നാൽ അവിടെ സുനാമിയല്ല, ഉരുൾപൊട്ടലല്ല, കൊടുങ്കാറ്റല്ല, അല്ലാഹുവിന്റെ അദാബുകൾ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാറുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആലിമീങ്ങളോട്, ആലിം സമൂഹത്തോട് എനിക്ക് പറയാറുള്ളത്, നമ്മളിൽ പലർക്കും പലതും തുറന്നു പറയാ പേടിയാ. നമ്മളിൽ പലർക്കും, പല ഉസ്താദന്മാർക്കും പടച്ചവനെ ഉള്ളത് തുറന്നു പറയാ വല്ലാത്ത മടിയാ. കാരണം പേടിയാ, ജോലി പോകുമെന്ന്. പള്ളിയിലെ ഇമാമത, പടച്ചവനെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാകട്ടെ, അവൻ എത്ര വലിയ വൃത്തികേട് കാണിച്ചാലും മോശത്തരങ്ങൾ കാണിച്ചാലും അല്ലാഹുവേ ഉള്ളത് തുറന്നു പറയാതെ പേടിക്കുന്ന ഒരു വിഭാഗമായി ഇന്ന് പടച്ചവനെ ആലിമീങ്ങൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങളാരാ? നിങ്ങളാരാ? അല്ലുലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നിങ്ങൾ ആരെയാ ഭയപ്പെടേണ്ടത്? നിങ്ങൾ ആരെയാ ഭയപ്പെടേണ്ടത്? നിങ്ങൾക്ക് ചെലവിന് തരുന്നത്, നിങ്ങൾക്ക് റിസ്ക് തരുന്നത് പള്ളിക്കമ്മറ്റിയല്ല, അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിന്റെ ജോലി പോയാ പോകട്ടെ, നിന്നെ റബ്ബ് നിനക്ക് ഇസ്സത്ത് തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങൾ ഒരുത്തനെയും പേടിക്കരുത്. നിങ്ങൾ ഉള്ളത് പറയാൻ ഒരിക്കലും മടി കാണിക്കരുത്. യവന്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ യവന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. മരിക്കുന്ന